സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 9 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സഭാ കാലയളവിൽ കാത്തിരിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങളാണ്. ആദ്യ ദിവസമായ ഇന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ പിരിയും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിക്കുക എന്നത് മാത്രമാണ് നിയമസഭയുടെ ഇന്നത്തെ അജണ്ട. അതൊഴിച്ചു നിർത്തിയാൽ ആകെ സഭ സമ്മേളിക്കുക 8 ദിവസം മാത്രമാണ്. അതിനുള്ളിൽ സഭയെ പിടിച്ചുകുലുക്കാൻ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അനവധിയാണ്. മലപ്പുറം വിവാദ പരാമർശവും പിന്നാലെ ഉണ്ടായ PR ഏജൻസി വിവാദവും ന്യായീകരിച്ച് സർക്കാർ വശം കെടുമെന്ന് തീർച്ചയാണ്. ഈ സഭാ കാലയളവിലെ പ്രധാന ആകർഷണം PV അൻവർ MLA തന്നെയാണ്. ഒടുവിലെ സഭാ സമ്മേളനത്തിൽ വരെ സർക്കാരിന്റെ ചാവേറായിരുന്നു അൻവർ. മുന്നണിയിൽ ആരും ഏറ്റെടുത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ തവണ വിവാദത്തിലായ അതേ അൻവർ ഇത്തവണ ഇരിക്കുക പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പമായിരിക്കും. PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമാവുകയും ചെയ്യും. ADGP RSS കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ADGPയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സഭയിൽ ചോദ്യം ചെയ്യപ്പെടും. തൃശൂർ പൂരം കലക്കൽ പ്രതിപക്ഷത്തിന്റെ മറ്റൊരു തുറുപ്പുചീട്ടാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണവും സഭയിലെ ചോദ്യമാകും. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുമായിരിക്കും സർക്കാരിന്റെ മറ്റൊരു തലവേദന. ഈ മാസം 18-നാണ് സഭ അവസാനിക്കുക. സഭ സമ്മേളിക്കുന്ന 9 ദിവസവും സർക്കാരിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷയാണെന്നതിൽ സംശയമില്ല.